ആ ദേവന്മാരോടൊത്തു മലയുടെ നടുക്കാടി ഗോവതിയം മിന്നും കൃഷ്ണ കല്ലു വേണമോ പാടവും അങ്ങോട്ട് പാടിയപ്പോൾ ഭഗവാനെ നടുക്കിരുത്താം, എന്നിട്ട് ഭഗവാന്റെ ഒപ്പം നമുക്ക് ചുറ്റിയിരിക്കാം എന്നൊരു സങ്കല്പത്തിൽ ഒരു തറപണിതു. അപ്പം അങ്ങനെ ഒരു യാദൃശ്യമായിട്ട് ഇവർക്കൊരു ക്ഷേത്രം പോലെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പം ഒരു കുറ്റിയടിക്കാനായിട്ടൊരു ആശാരിയെ വിളിക്കുമ്പം ആശാരി ചോദിക്കുകയാണ് ഭരദേവത എവിടെയാണെന്നോ. ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒരുപാട് കാലമായി, ഭരതേ അവിടെ ഒരു തറകെട്ടി ഇരുത്തിയിട്ടുണ്ട്, എന്നാൽ ഭരതേ കൊണ്ട് പോരാനായിട്ട് ഇരിക്കുകയാണ്, പോയി കൊണ്ടുവന്ന സാർ. അങ്ങനെ ഭരദേവതയും കുലദേവതയായ രണ്ട് ദേവതയും കൂടെ കൊണ്ടുവന്നു. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്, മകന് ശാന്തി ഉണ്ടായിരുന്നു, അപ്പോൾ അവൻ ലോൺ എടുത്തിട്ട് നമുക്കൊരു പെര പണിയാം, അത്യാവശ്യം കഴിഞ്ഞു വിടാനുണ്ടല്ലോ. അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു പെര പണിതു. അത് എങ്ങനെയാണ് പെര പണിതെന്ന് വെച്ചാൽ നാലുകെട്ടിൻ്റെ ശൈലിയിലാണ് സാർ. നാലുകെട്ടിൻ്റെ ഉള്ളിൽ ഭഗവാനെ ഇരുത്തുക, അങ്ങനെ ഒരു സമ്പ്രദായത്തിലാണ്. കാരണം ദേവന്മാരോട് കൂടിയിരിക്കുക. അത് വാഴവന്നൊരു അങ്ങനെ പാടിയിട്ടുണ്ട്. ആ ദേവന്മാരോടൊത്തു മലയുടെ നടുക്കാടി ഗോവതിയം മിന്നും കൃഷ്ണ കല്ലു വേണമോ പാടവും അങ്ങോട്ട് പാടിയപ്പോൾ ഭഗവാനെ നടുക്കിരുത്താം, എന്നിട്ട് ഭഗവാന്റെ ഒപ്പം നമുക്ക് ചുറ്റിയിരിക്കാം എന്നൊരു സങ്കല്പത്തിൽ ഒരു തറപണിതു. അപ്പോൾ തറപണിപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു പരസ്യം എല്ലാവരും കൊടുത്തു, ഏഷ്യാനെറ്റുകാർ വന്നിട്ട്. പക്ഷെ അത് അവർക്ക് ഇഷ്ടമായില്ല. കാരണം ഇത്ര വലിയൊരു പെര എന്തിനാ. ഞാൻ പറഞ്ഞു ഇത് ഈശ്വരന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, ഭഗവാൻ ഇങ്ങനെ നടുക്കിരിക്കുക, അതിൻ്റെ ചുറ്റും നമ്മളിരിക്കാമെന്ന് സങ്കല്പമാണ് എനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സങ്കല്പത്തിലാണ്. അപ്പോൾ ഈ ഭരദേവതയും കുലദേവതയും ഇഷ്ടദേവതയും വിശ്വരൂപ മഹാദേവഭ്രുവായിട്ടാണ് ഈ പാർത്ഥസാരി ദേവനെ ഞാൻ പ്രതിഷ്ഠിച്ചത്. 4 ദേവന്മാരാണ് ആ ശ്രീകോവിലുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സത്യം, ധർമ്മം, സ്നേഹം, എളിമ, കാരുണ്യം, ത്യാഗം, ബ്രഹ്മചര്യം, അഹിംസ, ക്ഷമ, സമത്വഭാവേന, ഇങ്ങനെ 10 ക്ഷേത്രധർമ്മങ്ങളാണ് നമ്മുടെ ഭാരതത്തിലുള്ള സാർ. ഈ 10 ക്ഷേത്രങ്ങൾ കൊണ്ട് സത്യത്തിൽ ഭാരതത്തിൽ ഇത് ആർക്കും അറിയില്ല. 10 ക്ഷേത്രധർമ്മങ്ങളെന്ന് വെച്ചാൽ മനുഷ്യർ ആചരിച്ചു പോരേണ്ടതായ ധർമ്മമല്ലേ സത്യം, അല്ലേ? ആ സത്യമാണ് ഗുരുവായൂർ ക്ഷേത്രം, ധർമ്മമാണ് വടക്കത്താൻ ക്ഷേത്രം, സ്നേഹമാണ് തമനൂർ ബ്രഹ്മദേവ ക്ഷേത്രം, എളിമ തൃക്കാക്കര വാമന ക്ഷേത്രം, ഗൃഹസ്ഥാശ്രമ ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടാചല ക്ഷേത്രം, വാനപ്രസാശ്രമമാണ് വാനപ്രസാശ്രമം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം, സന്യാസമാണ് പഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, സമാധി ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം, പിന്നെ അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നത് അതെ സത്യം, ധർമ്മം, സ്നേഹം, എളിമ, കാരുണ്യം, ത്യാഗം, ബ്രഹ്മചര്യം, അഹിംസ, ക്ഷമ. ക്ഷമയുടെ ഏറ്റവും വലിയ മഹാദേവനാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ, അതാണ് അയോധ്യ. സമത്വഭാവേന എല്ലാം ഒന്നായി കാണണം എന്നുള്ള ആ സമത്വഭാവേന 10ാമത്തെ ക്ഷേത്രമാണ് ദ്വാരക ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ സത്യം, ധർമ്മം, സ്നേഹം, എളിമ, കാരുണ്യം, ത്യാഗം, ബ്രഹ്മചര്യം, അഹിംസ, ക്ഷമ, സമത്വഭാവേന, ഇങ്ങനെ 10 ക്ഷേത്രധർമാദികളാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിലുള്ളത്. അതുതന്നെയല്ല, പിന്നെ 10 ക്ഷേത്ര കൽപ്പനാദികളും പറഞ്ഞു. ആഹാരം, വെള്ളം, വസ്ത്രം, പാർപ്പിടം, അയലക്കം ശുചിത്വമുള്ളതായിരിക്കണം എപ്പോഴും എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു എന്ത്, ഭൂമി, സ്വർണം, മദ്യം, ചൂത്, പെണ്ണ്, സ്ത്രീ, ഈ 5ലും കലി ബാധിച്ചിട്ടുണ്ട്, നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ അബദ്ധമാവും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങൾ കൂടിയാൽ 24 തത്വങ്ങളാണ് നമ്മുടെ ഭാരതത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സത്യത്തിൽ 24 തത്വങ്ങൾ ഭാരതത്തിലെ കുട്ടികളിൽ വിദ്യാഭ്യാസത്തിൽ ചേർക്കുന്ന സാർ. ഇതാണ് നമ്മുടെ ആ സംസ്കാരത്തിലേക്ക് സാമൂതിരാജാവിൻ്റെ കാലത്താണ് ബ്രിട്ടീഷുകാർ വന്നോട് കൂടിയിട്ട് അവരുടെ വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നൊരു കാലഘട്ടം. ആ വിദ്യാഭ്യാസത്തിൽ ധർമ്മം മുഴുവൻ പോയി. ആ ധർമ്മത്തെ വീണ്ടെടുക്കാൻ
എങ്ങനെ സാധിക്കില്ല. അപ്പം ഞാൻ ഈശ്വര പൂജ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ആ ജോലി രാജിവെച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴാണ് ക്ഷേത്രങ്ങളൊരു കച്ചവട സ്ഥലമായിട്ട് ഇങ്ങനെ മാറിയത് വളരെ ദുഃഖാർത്ഥം തോന്നി. ഈശ്വരനെ പൂജിക്കാൻ ബ്രാഹ്മണനെ സൃഷ്ടിച്ചു, ആ ബ്രാഹ്മണൻ കൈക്കൂലി മേടിച്ചിട്ട് ഈശ്വരനെ പൂജിക്കുക എന്നുള്ളൊരവസ്ഥ വന്നു. ഇങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് സാർ ഈ പാർത്ഥസാരി വിഗ്രഹത്തെ കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹത്തെ കിട്ടുകയാണ്. ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തെയും കിട്ടിയപ്പോൾ തന്നെയല്ല, ഭരദേവതയും കുലദേവതയുടെയും വിഗ്രഹം കിട്ടുകയാണ്. സ്ഥലവും ദാനമായിട്ട് കിട്ടുക സാർ. അപ്പോൾ ഇതെല്ലാം കിട്ടിയപ്പോൾ ഒരു ക്ഷേത്രം പണിതു. എന്നുവെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അതിന് ഭാരതീയ ആത്മീയ വിദ്യാക്ഷ എന്ന് പേര് കിട്ടു. അങ്ങനെയാണ് ഭാരതത്തിൽ ഒരു ആത്മീയ വിദ്യാക്ഷേത്രം പണിതെന്ന് എനിക്ക് തോന്നി. ഈ ദേവാദികളുടെ ഞാൻ ശ്രീകോവിൽ നടുക്കാണ് പണിതേക്കുന്നത്. നമ്മൾ ചുറ്റും ഇങ്ങനെ വാഴവൊന്നും പാടിയാൽ ആ രീതിയിലാണ് പണിതിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ചരിത്രം ലോകരെന്ന് അറിയിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. മരിക്കുന്നതിന് മുമ്പേ വയസ്സ് 76. അപ്പോൾ അങ്ങനൊരു അഭിവൃദ്ധി എവിടെ ഞാൻ പലരും ചോദിച്ചു. പക്ഷേ ഈ ക്ഷേത്ര സംഘത്തെ പറയുമ്പം, ചേന്നോസിനെ പറ്റി പറയുമ്പം, അല്ലെങ്കിൽ മറ്റുള്ള ബ്രാഹ്മണരെ പറ്റി പറയുമ്പം വളരെ വർഷങ്ങൾക്ക് മുകളിൽ ചരിത്രമല്ലേ. ഇത് പറയുമ്പോൾ ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിക്കും? നമുക്ക് ആനയില്ല, ഭാരതത്തിൽ ദേവീദേവന്മാർക്ക് ആനയില്ല. പിന്നെ എങ്ങനെയാണ് ആനപ്പുറത്ത്? ആനപ്പുറത്ത് ബ്രാഹ്മണർക്ക് കയറാനും പാടില്ല. കൊലയാനയുടെ പുറത്ത് ആരും കയറുമോ? ഇല്ല. ആന ഇല്ലാതാനും പിന്നെ എങ്ങനെ ആന വന്നു? അപ്പോൾ ഈ തന്ത്രസമുച്ചയ ഗ്രന്ഥത്തിൽ എന്തിനാ ആനയെ ചേർത്തത്? സാമൂതിരി രാജാവ് ബ്രിട്ടീഷുകാരും അറബിക്കാരും നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ ആ ദേവചൈതന്യത്തെ ഇല്ലാതെയാക്കണം. ഇതാണ് സാമൂതിരി രാജാവ് കണ്ടത്. അതിനാണ് 3 ഗ്രന്ഥങ്ങൾ ഇവിടെ എഴുതുകയാണ്. ചേന്നോസ് നാരായണ നമ്പൂതിരിയുടെ തന്ത്രസമുച്ചയ ഗ്രന്ഥവും കൊഴപ്പാവടം ചാക്യാരത്തെ കൂത്തിൻ്റെ ഭ്രമന്തവും മുല്ലപ്പള്ളി പട്ടേരിയുടെ ഐത്താചാരണത്തിൻ്റെ ഗ്രന്ഥവും, ഈ 3 ഗ്രന്ഥങ്ങളാണ് ഭാരതത്തെ നശിപ്പിച്ച ആറ്റം ബോംബായിട്ടാളെ ഞാൻ കണ്ടിരിക്കണം സാർ. ഭാരതത്തെ നശിപ്പിച്ച ആറ്റം ബോംബാണ് ഈ 3 ഗ്രന്ഥങ്ങളുടെ ഉൽപ്പാദനം. ആരെങ്കിലും ഇത് പറയുമോ? ആർക്കെങ്കിലും അറിയോ? ഞാൻ 57 വർഷമായി എൻ്റെ ഇല്ലം സാർ. ഒരച്ഛൻ്റെയും അമ്മയുടെയും 3 മക്കൾ ജയിലിൽ. എന്താ? വിഗ്രഹം കെട്ടുമെന്നാണ് സാർ. ആലോചിച്ചു, ഒരു അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്താ അവസ്ഥ? അങ്ങനെ 65 66 വിഗ്രഹം കെട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്രിസ്മസ് സ്വീകരിക്കാൻ പോയി സാർ. എന്താ? ഹിന്ദുക്കളൊരു പ്രതികാരം ചെയ്യാൻ. പക്ഷേ ഈശ്വരനെ സംഭവിച്ചില്ല, എന്നെ ഈ വഴിക്ക് വിട്ടില്ല. ഈശ്വരനെ സംഭവിച്ചില്ല, ഞാൻ ആ വഴിക്ക് വന്നു. 2000 ആണ്ടിൽ ഗുരുവായൂർ ഊരാള സ്ഥാനത്തുണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിക്കുകയാണ് സാർ. ആ ഗ്രന്ഥത്തിൻ്റെ അടി ആ ഇല്ലക്കാരെ പേരതിനകത്ത് എഴുതിയിട്ടുണ്ട് സാർ. വായിച്ചു നോക്കൂ. 7 ഇല്ലക്കാർ ഗുരുവായൂർ ഊരാള സ്ഥാനത്തുണ്ടായിരുന്നു. അതിലൊരില്ലം തത്വങ്ങളുണ്ടായിരുന്നു എന്ന് കൈമുക്ക് വൈദികൻ്റെ ദേവപ്രശ്നചാർത്തത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ നശിച്ചു? ഇതാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ ഗുരുവായൂർ ഊരാള സ്ഥാനത്തൊന്നും വേണ്ട, ഗുരുവായൂരിപ്പം എനിക്ക് വിഗ്രഹത്തെ തന്നു, ഗുരുവായൂരിപ്പം സ്ഥലവും തന്നു. അപ്പോൾ ഇത് ഈ ലോകത്തോടൊന്ന് പറഞ്ഞിട്ട് മരിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി. എന്തായാലും സന്തോഷം തിരുമേനി. ആ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എനിക്കിത് ലോകത്ത് ഞാൻ എൻ്റെ പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്, രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഇനി കാണാത്തവർ ഇല്ല, അനവധി ആൾക്കാരെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു എൻ്റെ ഏക മകനാണ്. അവന് വിദ്യാഭ്യാസം കൊടുത്തില്ല, വെളിയിച്ചിട്ടില്ല, യാതൊരു വരായില്ല. ആ ഭഗവാനെ പൂജിച്ച് ഞങ്ങൾ വസിക്കുന്നുണ്ട്. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, ആരെയും കുറ്റപ്പെടുത്താനോ ദൂഷിപ്പിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. സത്യം ലോകരറിയണം. തീർച്ചയായിട്ടും എന്തിനാണ് ഈശ്വരനെ പൂജിക്കുന്നത്? തിരുമേനിയുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതായതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ഈ പറയുന്ന ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സ്ഥലവും ക്ഷേത്ര വിഗ്രഹവും തന്നത്. ക്ഷേത്ര സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥവും ഈ പറയുന്ന മറ്റേ മാധവ്ജിയുടെ
ക്ഷേത്രത്തിൻ്റെ രഹസ്യവും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് ബോധവാനല്ല. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണോ ശരിയാണെന്ന് അല്ല, തിരുമേനി അത് തെറ്റാണെന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അത് തെറ്റാന്ന് വെച്ചാൽ ഇങ്ങനെയല്ലേ, പാലത്തേക്ക് ചവിട്ടില്ലേ സാർ? അതെ, അല്ല, തിരുമേനിയുടെ സങ്കല്പം അനുസരിച്ചിട്ട് അങ്ങനെ നമ്മൾ കാണുന്നത്. അതെ, പാലത്തേക്ക് ചവിട്ടുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ തിരുമേനിയുടെ സങ്കല്പത്തിൽ അത് തെറ്റാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പൂർണ്ണമായിട്ടും എനിക്ക് അതിനകത്ത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ പറ്റില്ല. തെറ്റാന്ന് എനിക്ക് പറയാൻ ഒക്കില്ല സാർ. അതെ, ഞാൻ തെറ്റാണോ എന്ന്, ഇത് ശരിയാണോ എന്ന് ലോകത്തെ പണ്ഡിതന്മാരായ അനവധി ആൾക്കാരെ അടുത്ത് പോയി, മന്ത്രിമാരെ അടുത്ത് പോയി, പിന്നെ മുഖ്യമന്ത്രിയെ അടുത്ത് പോയി, പ്രധാനമന്ത്രിയെ അടുത്ത്, അങ്ങനെ നമ്മുടെ സമയപരിധി മൂലം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അതായത് തിരുമേനിയുടെ ഉദ്ദേശശുദ്ധി കറക്റ്റ് ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് എത്തേണ്ട സ്ഥാനത്ത് തന്നെ എത്തും. എസ്പെഷ്യലി നമ്മുടെ പ്രധാനമന്ത്രിയുടെ PRO ടീമിലേക്ക് ഈ ലിങ്ക് എത്തും. ഉദ്ദേശശുദ്ധിയും സങ്കല്പവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് വരും. ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.